സിനിമയായാലും ടെലിവിഷനായാലും സിനിമയായാലും മീഡിയയാണ്, നമ്മുടെ തട്ടകം മീഡിയ തന്നെയാണ്. തീർച്ചയായിട്ടും അന്ന് വിചാരിക്കുന്നത് സേഫാണല്ലോ. ഐ മീൻ ടെലിവിഷൻ കുറച്ചുകൂടെ സേഫായിട്ടുള്ളൊരിടം എന്നാണ് വിചാരിക്കുന്നത്. അതെ അതെ, റിസ്കിൻ്റെ എലമെൻ്റ് മറ്റേത് നന്നായി ഒരു ഓവർ ദി നൈറ്റ് ലോസോ വിജയോ എന്ന് പറയുന്നതാണല്ലോ സിനിമ. അതിനകത്ത് ഒരുപാട് എന്താ സ്പെക്കുലേഷൻ വളരെ കൂടുതലാണ്, സ്പെക്കുലേറ്റീവ് ബിസിനസ്. സീരിയലും മീഡിയ ആണെങ്കിലും അങ്ങനൊരു സംഭവം ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത് അന്ന് വരുമ്പോഴും. അപ്പോൾ ഒരു കൗതുകത്തിനെന്ന് വേണമെങ്കിൽ വിചാരിക്കാം, ഒരു കൗതുകത്തിന് വേണ്ടി എന്നുള്ള നിലയിലും എന്നിട്ട് നോക്കാം, ചെയ്യാം എന്ന് വിചാരിച്ചു. അതിനകത്ത് വലിയൊരു ഗൗരവം കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ആ കൗതുകം മലയാളികളിലേക്ക് സൂപ്പർ ഹിറ്റുകളാണ്. അതാ പറഞ്ഞത്, അതൊരു എന്താ പറയുക, ഒരു മാജിക്ക് സംഭവിച്ചാണ് ആദ്യത്തെ സീരിയൽ. അന്ന് തന്നെ ആ സീരിയൽ ഈ പറഞ്ഞൊരു മലയാളത്തിലെ ഒരു എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൾട്ട് സീരിയൽ എന്നൊക്കെ പറയുന്ന ലെവലിലൊരു സീരിയലാണ് കുങ്കുമപ്പൂ. അപ്പം അതിലേക്ക് ഞാൻ വന്നുപെടുന്നതാണ്. ഞാനായിട്ട് ഡിസൈൻ ചെയ്ത സീരിയലല്ല അത്. പിന്നെ പ്രദീപ് പണിക്കർ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രദീപിന് നേരത്തെ മേലെ പരിചയമുണ്ട്, അടുപ്പമുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ 7 ആർട്സിൻ്റെ സീരിയലിലൂടെയാണ് പുള്ളി വന്നതെന്ന് തോന്നുന്നു. തുടക്കം കുറിച്ചതും നമ്മുടെ പ്രൊഡക്ഷനിൽ എൻ്റെ അല്ല 7 ആർട്സിനും എനിക്ക് മുമ്പ് ബ്രദർ സീരിയൽസ് ഇടയ്ക്കാലത്ത് ചെയ്തിരുന്നു. സിനിമയിൽ നിന്നൊരു ഗ്യാപ്പ് ഇതുപോലെ ബ്രേക്കിൽ കുറച്ച് സീരിയൽ ചെയ്തിരുന്നു. വീണ്ടും സിനിമയിലാണ് സജീവമായി. അപ്പോൾ ആ സമയത്ത് പ്രദീപ് പണിക്കരൊക്കെ ആ ടീമിലുണ്ടായിരുന്നു. തുടക്കമായിരുന്നു. അങ്ങനെ കണ്ട് പരിചയമുണ്ട്, അടുപ്പമുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം അവിചാരിതമായി എറണാകുളത്ത് ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു സിനിമയുടെ ആലോചനയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനമായിട്ട് നടക്കുമ്പോഴാണ് ഇങ്ങനൊരു സീരിയൽ ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. ആൾറെഡി അപ്രൂവ്ഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ അപ്രൂവൽ കിട്ടിയ സബ്ജക്റ്റാണ്. സാറിൻ്റെ ബാനർ ചെയ്താൽ സാറിൻ്റെ ബാനറിൻ്റെ പേരും കൂടെ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പം